നമ്മളിപ്പോൾ ഉള്ളത് അർജുൻ്റെ വീട്ടിലാണ്. നമ്മളോട് കൂടെ ഇപ്പോൾ ചേരുന്നത് അർജുൻ്റെ സഹോദരിയും ഭാര്യയുമാണ്. ഇന്നു മുതൽ വീണ്ടും ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തൃപ്തരാണോ ഇപ്പോഴത്തെ സംവിധാനം? നമ്മൾ ഒട്ടും തൃപ്തരല്ല. കാരണം നമ്മൾ ഇത്രയും മെനയാന്നും ഈ ഇപ്പം ഓരോരുത്തരും ആവശ്യം ചോദിക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് അറിയിച്ചില്ല. ഓക്കെ, നമ്മൾ അവിടെയുള്ള സിസ്റ്റത്തിന് വിശ്വസിച്ചു ഇവിടെയും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. 17-ാം തീയതി രാവിലെ നമ്മൾ മിസ്സിങ് ആണ്, അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ അല്ലാതെ വേറെ എന്താ, നമ്മൾ അത്ര വലിയ അങ്ങനത്തെ ആളുകളല്ല. ഈ ലെവലിൽ ചിന്തിച്ച് ഇത്രയും പബ്ലിസിറ്റി ആക്കാനുള്ള നമുക്ക് അതില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ MP സാറിനെ പോയി കണ്ടിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഹെൽപ്പ് വേണം എന്നുള്ള രീതിയിൽ പറയുന്നതും നമ്മൾ പബ്ലിക് മീഡിയ വഴി നമ്മൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ അവൻ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ആ ദിവസം തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം അവൻ അവിടെ തന്നെ ആയിരിക്കും പെട്ടിട്ടുണ്ടാവുക എന്ന് മനസ്സിലായാണ് നമ്മൾ അപ്പം തന്നെ ഇൻഫോം ചെയ്തത്. പക്ഷേ ആ സ്റ്റേഷനിലൊക്കെ ഉച്ചയോട് കൂടിയിട്ട് തന്നെ അവരറിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാത്രി ഇൻഫോം ചെയ്യുമ്പോൾ അവർ പറഞ്ഞ അർജുൻ അല്ലേ, നമുക്ക് മിസ്സിങ്ങിന് ഉച്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം വരുമ്പം അവിടെ ഇത്രയും ലാൻഡ് സ്ലൈഡ് നടക്കുമ്പോൾ അവിടുത്തെ ടീം അത് ക്ലിയർ ചെയ്യുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മെനയാന്ന് ഹസ്ബൻഡിനെ വിളിച്ചപ്പം പറഞ്ഞ് ഈ രീതിയിൽ ക്ലീൻ ചെയ്താൽ അവിടെ മണ്ണ് റിമൂവ് ചെയ്യണമെങ്കിൽ 10 ദിവസം എടുത്താലും തീരൂല. അവിടെ നമ്മുടെ റെസ്ക്യൂ ഒന്നും കേരളത്തിലെ പോലെയല്ല, നമുക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്, മഴയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെ അത്രയും നല്ല സ്ട്രോങ് അല്ലേ ഇന്ത്യയിലുള്ള. അതൊരു എന്തുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ ഈ ഊർജിതമാക്കിയ തിരച്ചിൽ ഇത്രയും ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് ഇത്രയും ജീവനുകൾ അതിൻ്റെ അടിയിലുണ്ടായിട്ട് എന്തുകൊണ്ട് അന്ന് മുതൽ ഇവർ നടത്തിയില്ല? അവിടുന്ന് സംസ്ഥാനത്തിൻ്റെ, അതായത് കർണാടകത്തിൻ്റെ ഒഫീഷ്യൽസ് അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇന്നലെ ഈ ഒരു പ്രശ്നം ഇത്രയും ബുദ്ധിമുട്ടൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള വൈകി പോയിട്ടുണ്ട്, ഒരുപാട് വൈകി പോയിട്ടുണ്ട്. അവരും ആരും അറിയാത്തത് കൊണ്ടായിരിക്കും. കാരണം അവിടെ നടന്നൊരു ഇൻസിഡൻറ്റ് നമ്മളെ കേരളത്തിലേക്കൊന്നും അത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടില്ല. പിന്നെ നമ്മൾ ഈ കാര്യം അവിടുത്തെ സ്റ്റേഷനിലും അറിയിച്ചു. പിന്നെ ഇവിടെ നാളെ പോയിട്ടുണ്ട്, അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ടുള്ള പ്രതീക്ഷയിൽ നമ്മളും കാത്തിരുന്നു. എങ്ങനെയായിരുന്നു തുടക്കത്തിലുള്ള അവരുടെ ഒരു റിയാക്ഷൻ ഈ കാര്യത്തിനോട്? റിയാക്ഷൻ പറഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിലാണല്ലോ പോയത്, അല്ലാതെ അതോറിറ്റീസും കാര്യങ്ങളും വേറെ ആരുമായിട്ട് നമുക്കൊന്നും അറിയില്ലായിരുന്നു. പറയാനുണ്ട് അവരുടെ ഒരു സഹകരണം എങ്ങനെയായിരുന്നു? അവർ നടക്കുന്നുണ്ട്, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, അവർ റെസ്ക്യൂ നടക്കുന്നുണ്ടുള്ള രീതിയിൽ റോഡ് അവർ ക്ലിയർ ചെയ്തുന്നുണ്ട്. എപ്പോഴാണ് അർജുന അവസാനമായിട്ട് വിളിച്ചത്? 15-ാം തീയതി രാത്രിയാണ് ലാസ്റ്റ് വിളിച്ചത്. പിന്നെ ഞങ്ങൾക്ക് 2 വട്ടം റിങ് ചെയ്തിരുന്നു, പക്ഷെ എടുത്തിട്ടില്ല. പിന്നെ സ്വിച്ച് ഓഫ് ആണ് കാണിച്ചത്. ഈ വാഹനത്തിന്റെ ക്യാബിൻ അത്രയും സുരക്ഷിതമാണെന്നാണ്, അതുകൊണ്ട് തന്നെ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. പ്രതീക്ഷയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ രാവിലെയും കൂടി ഫോൺ റിങ് ചെയ്ത് അവൻ എന്തിനേയും ട്രൈ ചെയ്തു. അവന് കോൺഷ്യസ് ആണെങ്കിലും അവന് ഭയങ്കര എന്താ പറയുക, ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ആളാണ്. മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്, ഫിസിക്കലി ഫിറ്റാണ് ആൾ, നല്ല സ്ട്രോങ് ആണ്, എന്തിനും ധൈര്യമുള്ള ഒരാളാണ്. അപ്പം അതിജീവിക്കാനുള്ളൊരു അവൻ്റെ ഭാഗത്തുനിന്ന് അവൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഓഫ് ബ്രീത്ത് വരെ അവൻ ശ്രമിക്കും. ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും. പിന്നെ അതോറിറ്റീസിനെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ട് മെനയാന്ന് അറിയിച്ചു, 24 മണിക്കൂർ ഇന്നലെ രാത്രി ആകുമ്പോഴേ കഴിഞ്ഞു. എന്നിട്ട് എവിടെ ഞങ്ങളുടെ ഇത്രയും സമയം എടുത്തിട്ടും ആ ഒരു സ്ഥലം ക്ലിയർ ചെയ്യാൻ ഇനിയും പറ്റിയിട്ടില്ല. അവിടെ മഴ ഉണ്ട്, ഒക്കെ നമുക്കൊക്കെ അറിയാം. നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ റഡാർ ഉപയോഗിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാൽ ഉച്ചയായിട്ടും അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും അവിടെ എത്തിയില്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആ ഡിറ്റക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീണ്ടും അവിടുന്ന് ഒരുപാട് വണ്ടികളൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആളുകളൊന്നും അറിയിച്ചോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. നമ്മളിത് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ അതോറിറ്റീസിനും, കാരണം അവർ ഇതേമാതിരി തന്നെ റെസ്ക്യൂ നടക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അവർ നടത്തും? തീർച്ചയായിട്ടും ഈ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം. പക്ഷേ എന്തായാലും കുടുംബത്തിന് പൂർണ്ണ വിശ്വാസമുണ്ട് ആരോഗ്യവാനായി ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന്.